ഒരേ സമയം നാട്ടിൻ്റെ രാഷ്ട്രീയ വിധിയെഴുത്തിനായുള്ള ആവേശവും മറുനാട്ടിലെ സുരക്ഷയെക്കുറിച്ചുള്ള ആകുലതകളും. കുവൈറ്റിലെ പ്രവാസി മലയാളി ഇന്ന് രണ്ട് വികാരങ്ങൾക്കിടയിലാണ്. കേരളം ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ കുവൈറ്റിൽ ആകാശം ഡ്രോണുകളായും മിസൈലുകളാലും അശാന്തമാണ്. വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കുകൾക്ക് നേരെയുണ്ടായ ആക്രമണം പ്രവാസികളുടെ നാട്ടിലേക്കുള്ള യാത്രകളെ പോലും ചോദ്യചിഹ്നമാക്കുന്നു. ഈ പ്രതിസന്ധികൾക്കിടയിലും കേരളത്തിലെ ഭരണമാറ്റത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും പ്രവാസികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. കേരള ജനത ഏപ്രിൽ മാസം 9 ഇലക്ഷൻ വരുന്നു. എല്ലാവരും നാടിൻ്റെ അഭിവൃദ്ധിക്കായിട്ടും നാടിൻ്റെ ഉയർച്ചയ്ക്കായിട്ടും നാടിൻ്റെ വളർച്ചയ്ക്കായിട്ടുള്ള എല്ലാവിധ ആലോചനയോടുകൂടി വോട്ടിങ്ങിൻ്റെ റൈറ്റ് നിങ്ങൾ ഉപയോഗിക്കുക. മണലാരണ്യത്തിലെ ചുട്ടുപൊള്ളുന്ന വെയിലും കേരളത്തിൻ്റെ തണുപ്പുള്ള രാഷ്ട്രീയ ചർച്ചകൾ കുവൈറ്റിൽ സജീവമാണ്. ഏപ്രിൽ 19 കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ കുവൈറ്റിലെ മലയാളികൾക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ: നാടിൻ്റെ നന്മയും പ്രവാസികളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന ഒരു ഭരണകൂടം. മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെയുള്ള എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ വഴിക്ക് ഇവിടുത്തെ എംബസിയും ധാരാളം സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സഹായം എല്ലാ ഇന്ത്യക്കാർക്കും ഒരു അനുഗ്രഹമായിട്ട് നിൽക്കുന്നു. അപ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിനോടും ഇവിടുത്തെ എംബസിയോടും അവരുടെ സ്നേഹത്തിനും അവരുടെ സപ്പോർട്ടിനും എല്ലാവർക്കും നന്ദിയും. സാധാരണ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പ്രവാസി സംഘടനകൾ വോട്ട് വിമാനങ്ങൾ ചാർട്ടർ ചെയ്യാറുള്ളതാണ്. എന്നാൽ ഇത്തവണ ചിത്രം മാറി. വിമാനത്താവളത്തിന് നേരെയുള്ള ആക്രമണ ഭീഷണി വിമാന സർവീസുകളെയും ബാധിച്ചിരിക്കുന്നു. സുരക്ഷിതമായ ഒരു മടങ്ങിവരവ് ഏതൊരു പ്രവാസിയുടെയും സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ രക്ഷയ്ക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന ഇടപെടലുകൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും. നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കുവൈറ്റിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ വളരെ വലിയൊരു ക്രൈസിസ് നേരിടുന്ന സമയത്താണ് ഈ ഇലക്ഷൻ നടക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രവാസികൾ വളരെ സജീവമായി ഇലക്ഷൻ പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴുള്ള അടിയന്തര സാഹചര്യങ്ങൾ കാരണം ഇലക്ഷൻ പ്രവർത്തനം വളരെ മന്ദഗതിയായിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ രാജ്യങ്ങൾക്കും സർവ്വസമ്മതനായിട്ടുള്ള ഒരു രാജ്യം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിച്ച നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരേണ്ടത് നമ്മുടെ പ്രവാസികളും അതുപോലെ തന്നെ മുൻ പ്രവാസികളുടെയും ആവശ്യമാണ്. വെറും രാഷ്ട്രീയത്തിനപ്പുറം തങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് പ്രവാസികൾക്ക് പ്രധാനം. വിമാന കമ്പനികളുടെ സീസൺ കൊള്ളയും നാട്ടിലേക്ക് തിരിച്ചെത്തുന്നവർക്കുള്ള പുനരധിവാസ പദ്ധതികളും ഇത്തവണത്തെ ചർച്ചകളിൽ മുൻപന്തിയിലുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുൻകാല ഗവൺമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പ്രവാസി ക്ഷേമത്തിന് വലിയ രീതിയിലുള്ള മുൻഗണനയാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഏറ്റവും അടുത്ത് എടുത്തു പറയേണ്ടതാണ് പ്രവാസി നോർക്ക ഇൻഷുറൻസ് പദ്ധതി. അപ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളുടെ അവർക്ക് വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ഇപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന തുടർന്ന് ഈ ഭരണം വീണ്ടും തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലൊരു ഭരണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പുണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾക്ക് അപ്പുറത്തേക്കുള്ള വലിയ രീതിയിലുള്ള പദ്ധതികൾ പ്രവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി നടപ്പിലാക്കും എന്നുള്ള നമുക്ക് കാണാൻ കഴിയും. കുവൈറ്റിലെ സ്വർണ്ണ വിപണിയിലെ ക്രമക്കേടുകൾക്കെതിരെ വാണിജ്യ മന്ത്രാലയം നടത്തുന്ന കർശന നടപടികൾ പ്രവാസികൾക്കിടയിൽ ചർച്ചയാണ്. നാട്ടിലെ വിപണിയിലെ വിലക്കയറ്റവും ഇതിനോട് അവർ ചേർത്ത് വായിക്കുന്നു. നാട്ടിൽ കുടുംബം പുലർത്താൻ ബുദ്ധിമുട്ടുന്ന പ്രവാസിക്ക് വിലക്കയറ്റം നിയന്ത്രിക്കുന്ന ഒരു സർക്കാരിനെയാണ് ആവശ്യം. കാലാകാലങ്ങളായി പിന്തുടർന്നു വരുന്ന അവസ്ഥയ്ക്കൊക്കെ മാറ്റമുണ്ടാക്കിക്കൊണ്ട് വളർച്ചയ്ക്ക് ലോകത്ത് അറിയപ്പെടുന്ന ഒരു ശക്തിയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് മേഖലകളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അതിന് വിദ്യാസമ്പന്നരായ ആൾക്കാർ, വ്യവസായ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ കഴിവ് തെളിയിച്ച ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമുണ്ട്. നാട്ടിലുള്ള ചാനലുകളിലടക്കം ഒരിടത്തു പോലും പ്രവാസിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അവർ എപ്പോഴേലും ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് അതിലേക്ക് വരുന്നത്. അതുകൊണ്ട് അത് മാറ്റമുണ്ടായേ പറ്റത്തുള്ളൂ. കേരളത്തിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന പ്രവാസിയാണെങ്കിൽ ആ പ്രവാസിയെ മുന്നോട്ട് വെച്ച് പ്രവാസിയുടെ കാര്യങ്ങളിൽ കൂടെ ചർച്ച ചെയ്ത് വേണം ഈ ഇലക്ഷൻ തീരുമാനങ്ങളെടുക്കാൻ. വോട്ട് അതനുസരിച്ച് വേണം പോകാൻ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറം സേവന പ്രവർത്തനങ്ങളിലൂടെ വോട്ടർമാരെ സ്വാധീനിക്കാനാണ് സംഘടനകളുടെ ശ്രമം. നിലവിലത്തെ സാഹചര്യത്തിൽ നീറ്റ് JEE പരീക്ഷാ കേന്ദ്രം കുവൈറ്റിൽ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട്
ഭാരതീയ പ്രവാസി പരിഷത്ത് കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നതായും അനുകൂലമായ തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായും സംഘടനാ ഭാരവാഹികൾ പറയുന്നു. JEE നെറ്റ് പരീക്ഷയ്ക്ക് എഴുതുവാനുള്ള ഒരു സെൻറ്റർ പല വിദേശ രാജ്യങ്ങളിലും ഇല്ലായിരുന്നു. അതോടൊപ്പം തന്നെ കുവൈറ്റിലും ആ സെൻറ്റർ കിട്ടിയിട്ടില്ലായിരുന്നു. അതിൻ്റെ ആവശ്യകതയെപ്പറ്റി നമ്മുടെ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുകയും ഡോക്ടർ ജയശങ്കറിൻ്റെ സത്വര ഇടപെടൽ, ഇന്ത്യൻ എംബസിയുടെയും അതോടൊപ്പം തന്നെ ഡോക്ടർ ജയശങ്കറിൻ്റെയും ഇടപെടൽ മൂലം കുവൈറ്റിലേക്ക് ഒരു JEE സെൻറ്റർ അനുവദിച്ചുകൊണ്ടുള്ള ഇത് 2 ദിവസം കൊണ്ട് തന്നെ നടത്തി തരുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ട്. പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ ജനങ്ങൾ വിലയിരുത്തും. കലുഷിതമായ അന്തരീക്ഷത്തിലും നാട്ടിൽ നിന്നും കുവൈറ്റിലേക്കും തിരിച്ച് നാട്ടിലേക്കുമുള്ള യാത്രക്കായുള്ള നയതന്ത്ര നീക്കങ്ങൾ നടത്തിയ കേന്ദ്ര സർക്കാരിൻ്റെ നടപടി പ്രവാസികൾക്ക് ആശ്വാസമാണ്. പശ്ചിമേഷ്യ ഒരു യുദ്ധ സന്നദ്ധ ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഇറാനിൽ നിന്നുള്ള മുഴുവൻ ആളുകളെയും ഇന്ത്യയിലേക്ക് എത്തിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ഭക്ഷ്യവിതരണ ശൃംഖലയെ, മിഡിൽ ഈസ്റ്റിൻ്റെ ഭക്ഷ്യവിതരണ ശൃംഖലയെ നിലനിർത്തുവാൻ വേണ്ടിയുള്ള ആവശ്യമായ എല്ലാ സഹകരണങ്ങളും നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. വിമാന കമ്പനികളുടെ ചൂഷണത്തിന് മുന്നിൽ പ്രവാസികളെ എറിഞ്ഞുകൊടുക്കാതെ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് തരപ്പെടുത്തി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഫ്ലൈറ്റുകൾ ലഭ്യമാക്കിക്കൊണ്ട് യാത്രാ സൗകര്യം തരപ്പെടുത്തുന്നുമുണ്ട്. കുവൈറ്റിലുള്ള മുഴുവൻ ആളുകളും സൗദി വഴിയാണ്, ട്രാൻസിറ്റ് വിസ വഴിയാണ് യാത്ര ചെയ്യുന്നത്. ഇതിനുവേണ്ടി ഭാരതീയ പ്രവാസി പരിഷത്തിൻ്റെ ഒരു നിവേദനം നമ്മുടെ ഫോറിൻ മിനിസ്റ്റർക്ക് കൊടുക്കുകയും ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇമ്മീഡിയറ്റ്ലി തന്നെ ട്രാൻസിറ്റ് വിസ സൗകര്യങ്ങൾ സൗദി എംബസിയുമായി ചേർന്നുകൊണ്ട് നടപ്പിലാക്കുകയും ഇപ്പോൾ പെർമിഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന എല്ലാ പ്രവാസികൾക്കും 72 മണിക്കൂർ കൊണ്ട് ട്രാൻസിറ്റ് വിസയുടെ സൗകര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരാണ് കേന്ദ്രത്തിലും കേരളത്തിലും വേണ്ടത്. കേന്ദ്രവും കേരളവും ഒരാൾ ഭരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്ന ഡെവലപ്മെൻറ്റുകൾ, അതോടൊപ്പം തന്നെ അതിൻ്റെ വികസിത കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലാണ്. അത് നേരെ തന്നെ അനുഭവിച്ചത് പ്രവാസികളാണ്. അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ അനുകൂലിക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ വരേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കുവൈറ്റിലെ ഓരോ മലയാളിയും നാട്ടിലെ 10 വോട്ടുകളെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവരാണ്. ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്ന പ്രവാസി മിസൈൽ ഭീതിക്കിടയിലും തൻ്റെ വീട്ടുകാരെയും സുഹൃത്തുക്കളെയും വിളിച്ച് താൻ പിന്തുണയ്ക്കുന്ന മുന്നണിക്കായി വോട്ട് ചോദിക്കുന്നു. സൈബർ ഇടങ്ങളിൽ പ്രവാസി മലയാളികളുടെ പോരാട്ടം ഇത്തവണ നിർണായകമാകും. ഇന്നത്തെ നിൽക്കുന്ന ചുറ്റുപാട് കാരണം പലപ്പോഴും ആണെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉൾപ്പെടെ നമുക്കാണെങ്കിൽ ചാർട്ട് ചെയ്ത് നാട്ടിൽ പോകുന്നതിനുള്ള പ്രയാസമുണ്ട്. എങ്കിൽ പോലും പരമാവധി ആളുകളെ നാട്ടിലെത്തിച്ച് പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള മേഖലകൾ മണ്ഡലം തിരിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടെ കാണാൻ കഴിയുന്ന പരമാവധി ആളുകളെ കണ്ടുകൊണ്ട് അവരുടെ വോട്ട്, ബന്ധുക്കളുടെ വോട്ട്, സുഹൃത്തുക്കളുടെ വോട്ട് എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും ഈ പ്രവാസ ലോകത്ത് ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആകാശത്ത് ഡ്രോണുകൾ വട്ടമിടുമ്പോഴും കടൽ കടന്നെത്തുന്ന വോട്ടുകൾക്കായി കേരളം കാത്തിരിക്കുകയാണ്. പ്രവാസിയുടെ വിയർപ്പിൽ പടുത്തുയർത്തിയ കേരളത്തിന് ഈ മണലാരണ്യത്തിലെ മക്കളുടെ ആകുലതകൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഏപ്രിൽ 9 കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ കുവൈറ്റിലെ മലയാളികൾക്ക് പ്രാർത്ഥനയൊന്നു മാത്രം: നാടിൻ്റെ നന്മയും പ്രവാസികളുടെ സുരക്ഷിതത്വവും. നമുക്കറിയാം, കഴിഞ്ഞ 50 വർഷക്കാലം കേരളത്തെ ഭരിച്ച് മുടിച്ച ഇടതനും വലതനും ഒരു ബദൽ ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വികസന കാഴ്ചപ്പാടുകൾ മുൻനിർത്തിക്കൊണ്ട് മാറാത്തത് മാറും, ഇനി കേരളത്തിൻ്റെ ഡെവലപ്മെൻ്റ് സമയമാണ് എന്നുള്ള ഒരു മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഇപ്രാവശ്യം ഇലക്ഷനെ നേരിടുന്നത്. ആ ഇലക്ഷന് നമ്മളോടൊപ്പം പ്രവാസികളായിട്ടുള്ള എല്ലാവരും സഹകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കുവൈറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിവിധ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് പാറ്റേൺസ് നടക്കുന്നുണ്ട്. ഒരു മാറ്റമാണ് നമുക്ക് കേരളത്തിലേക്ക് വേണ്ടത്. വെറുതെ ഒരു മാറ്റമല്ല, വികസനത്തിന് വേണ്ടിയുള്ള മാറ്റമാണ്. രാജീവ് ചന്ദ്രശേഖരനെ പോലെ ക്രാന്തദർശിയായ ഒരാളുടെ നേതൃത്വത്തിലാണ് ആ മാറ്റം നടക്കേണ്ടത്. വികസിത കേരളത്തിന് വേണ്ടി ഒരു വോട്ട്. മണലാരണ്യത്തിലെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാസികളെ ചേർത്ത് പിടിക്കുന്നവർക്കാവും ഇത്തവണ കേരളത്തിലെ പോളിംഗ് ബൂത്തുകളിൽ മേൽക്കൈ ലഭിക്കുക. കുവൈറ്റിലെ മലയാളി ഉറക്കെ പറയുന്നു: കടൽ കടന്നാലും ഞങ്ങളുടെ വേരുകൾ കേരളത്തിലാണ്. ഞങ്ങളുടെ നിലപാടുകൾ നാടിൻ്റെ മാറ്റത്തിനുള്ളതാണ്. ഏപ്രിൽ 9 കേരളം വിധിയെഴുതുമ്പോൾ അതിൽ മണലാരണ്യത്തിലെ ഈ മക്കളുടെ പ്രാർത്ഥനയും വിയർപ്പും കലർന്ന വിധി നിർണയമുണ്ടാകും.
സുരക്ഷിതമായ ഒരു നാളേക്കായി പ്രവാസികളെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ഭരണകൂടത്തിനായി നമുക്ക് കാത്തിരിക്കാം.